അഡോബി ഫോട്ടോഷോപ്പ് ബേസിക് ഓപ്പറേഷൻസിലെ അഞ്ചാമത്തെ ടോപ്പിക് സേവിങ് ആൻ ഇമേജ് ഫയൽ. നമുക്ക് ഫോട്ടോഷോപ്പിൽ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് എങ്ങനെ സേവ് ചെയ്യാമെന്ന് നോക്കാം. പ്രധാനമായിട്ട് 3 ഓപ്ഷനാണ് സേവ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് സേവ്, സെക്കൻഡ് സേവ് ആസ്, തേർഡ് സേവ് ഫോർ വെബ്. സേവ് എന്ന ഓപ്ഷൻ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയലിനെ അങ്ങനെ തന്നെ ഓവർ റൈറ്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുക. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന സോഴ്സ് ഫയലിനെ നമ്മൾ വരുത്തിയ ചേഞ്ചസ് റീപ്ലേസ് ചെയ്യും. അതായത് നമ്മൾ ഒരു ഇമേജ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി എന്നിട്ട് നമ്മൾ സേവ് ചെയ്യുകയാണെന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ വരുത്തിയ ചേഞ്ചസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ആദ്യം ഉണ്ടായിരുന്ന ഇമേജ് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഓവർ റൈറ്റ് ആയിപ്പോയി. പക്ഷേ മിക്ക സന്ദർഭങ്ങളിലും നമുക്ക് സോഴ്സ് ഫയൽ, അതായത് നമ്മൾ വർക്ക് ചെയ്യാൻ ഉപയോഗിച്ച മെയിൻ ഫയൽ ആവശ്യമായിരിക്കും. അപ്പോൾ അതിനൊരു സെപ്പറേറ്റ് കോപ്പി ആയിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സേവ് ആസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണ് ഒറിജിനൽ ഇമേജ്. ഞാനിപ്പോൾ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുത്തുകൊണ്ട് ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്ത് വന്നേക്കാണ്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വേറെ ഒരു ഫയൽ നെയിം കൊടുത്തിട്ട് ഒരു സെപ്പറേറ്റ് ഫയലായിട്ട് നമ്മുടെ ഈ ഡോക്യുമെൻറ്റിനെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം നമ്മൾ സേവ് എന്നുള്ള ഓപ്ഷനാണ് എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് ചോദിക്കില്ല, അതിന് പകരം ഇത് ഡയറക്റ്റ്ലി സേവ് ആയി പോകും. അപ്പം ഞാനിവിടെ ഈ ഫയലിന് വേറൊരു പേര് കൊടുത്തിട്ട് സേവ് ചെയ്യാൻ പോവുകയാണ്. കോപ്പി എന്നാണ് ഇതിന് പേര് കൊടുക്കുന്നത്. സേവ് ബട്ടൺ പ്രസ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ വേറൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നു. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇമേജ് ക്വാളിറ്റി എത്രത്തോളം വേണം എന്ന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഹൈയിൽ മാക്സിമം 12 ആണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന വാല്യൂ. അതിലും താഴത്തേക്ക് നമുക്ക് കൊടുക്കാം. നമ്മുടെ ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് ഇമേജിൻ്റെ സൈസും കൂടുതലായിരിക്കും വരിക. അതേപോലെ ഫോർമാറ്റ് ഓപ്ഷൻ കിടക്കുന്നത് പ്രോഗ്രസീവ് ആണോ എന്നുള്ളതും ചെക്ക് ചെയ്യുക. ഇത് JPG ആയിട്ട് സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഓരോ ഇമേജ് ഫോർമാറ്റിൻ്റെയും സേവ് ചെയ്യാനുള്ള സെറ്റിങ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഇതിൽ കോപ്പി എന്നുള്ള പേരിൽ ഈ ഫയൽ സേവ് ആയിട്ടുണ്ട്. സോഴ്സ് ഫയൽ ഇപ്പുറത്തെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇതാണ് സേവ് ആസ് ആയിട്ട് ചെയ്താലുള്ള ഉപയോഗം. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സേവ് ആസ് തന്നെ യൂസ് ചെയ്യുക, കാരണം സേവ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഴ്സ് ഫയൽ റീപ്ലേസ് ആയി പോകും. ഇനി നമുക്ക് ജസ്റ്റ് സേവ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ കോപ്പിയുടെ മുകളിൽ റീപ്ലേസ് ആകുന്നതെന്ന് നോക്കാം. ഞാൻ ഈ ഇമേജ് ജസ്റ്റ് ഒന്ന് ഹൊറിസോണ്ടൽ ഫ്ലിപ്പ് ചെയ്തു. അതിനുശേഷം ഞാനത് സേവ് ചെയ്യാണ്. ഇപ്പം ഇത് കോപ്പിയുടെ മുകളിൽ സേവ് ആയി. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡയറക്ഷൻ മാറിയത് കണ്ടോ? ഇവിടെ നമുക്ക് വേറെ സേവ് വിൻഡോയും കാര്യങ്ങളൊന്നും വന്നില്ല. അതിന് പകരം ഡയറക്റ്റ് കോപ്പി എന്നുള്ള പേരിൽ സേവ് ആവുകയാണ് ചെയ്തത്. നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവ് ഫോർ വെബ് ആണ്. ഇത് ഫയലിൻ്റെ ഉള്ളിൽ എക്സ്പോർട്ടിൻ്റെ ഉള്ളിലാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. നമ്മുടെ മുന്നത്തെ വേർഷനിലൊക്കെ ഇത് സേവിൻ്റെ അടിയിൽ, അതായത് ഫയലിൻ്റെ ഉള്ളിൽ സേവിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാവുമായിരുന്നു. പുതിയ വേർഷനിൽ എക്സ്പോർട്ടിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. ഇത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഷോർട്ട് കീ യൂസ് ചെയ്യുക, Ctrl+Alt+Shift+S. അത് നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയി വരും. ഇതിൻ്റെ ഉള്ളിൽ ഒറിജിനൽ, ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളത്, 2up എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനലും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഇമേജിൻ്റെ ഡീറ്റെയിൽസും, 4upൻ്റെ ഉള്ളിൽ ഒറിജിനലും ഒപ്റ്റിമൈസ്ഡും പിന്നെ വേറെ 2 ഓപ്ഷനോടെയാണ് കാണിക്കുക. ഈ ഓപ്ഷൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് നമ്മൾ ഇൻ്റർനെറ്റിലേക്ക് അല്ലെങ്കിൽ വെബിലേക്ക് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ നേരത്ത് അതിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളൊരു വെബ്സൈറ്റിലൊക്കെ ഇടുന്ന ഫോട്ടോയുടെ സൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ആ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് അത് ഡിസ്പ്ലേ ചെയ്യാൻ അല്ലെങ്കിൽ ലോഡ് ആകാൻ ടൈം പിടിക്കും. ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡൊക്കെ അത്യാവശ്യം നല്ലതാണെന്നുണ്ടെങ്കിലും ലോ സ്പീഡിലുള്ള ഒരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇമേജ് ലോഡ് ചെയ്യാൻ ടൈം കൂടുതൽ പിടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള, അതായത് ക്വാളിറ്റി പോകാതെ ഏറ്റവും കുറഞ്ഞ സൈസിൽ എങ്ങനെ സേവ് ചെയ്യും എന്നുള്ളതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ സേവ് ചെയ്യുമ്പോൾ നമ്മൾ വെബിൽ ഉപയോഗിക്കുന്ന JPG, PNG അല്ലെങ്കിൽ GIF ഈ ഫോർമാറ്റുകളിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഒറിജിനൽ ഇമേജിൻ്റെ സൈസ് ഏകദേശം 3 MB അടുത്താണ് ഇവിടെ നമുക്ക് കാണാം. നമ്മളിതിനിവിടെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ക്വാളിറ്റി നമ്മളിവിടെ കുറച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് മാറി ഏകദേശം 80 KB അടുത്തായി. അതേസമയം ഇമേജിൽ ചെറിയ രീതിയിൽ പിക്സലേഷൻ വന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒറിജിനലിൽ ആ പിക്സലേഷൻ ഉണ്ടാവില്ല. ഇത് നെഗ്ലിജിബിൾ ആയിട്ടുള്ള പിക്സലേഷനാണ്. കാരണം ഒരു വെബിൻ്റെ വ്യൂവിൽ വരുമ്പോൾ നമുക്ക് ഹൈ ക്വാളിറ്റി സാധനം വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് ഈ ക്വാളിറ്റി ഇവിടെ വീണ്ടും കുറയ്ക്കാം. നമ്മൾ ഇവിടെയാണ് ക്വാളിറ്റി ചേഞ്ച് ചെയ്യണത്. ഇതൊരു 100% ഇടുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ സൈസ് ഏകദേശം 500 KB പറഞ്ഞോളൂ. അതേസമയം ഒരു വെബിലേക്ക് വേണ്ടത് ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇതിൽ നിന്ന് കുറയ്ക്കും. ഇനി നമ്മൾ ഇമേജിൻ്റെ ക്വാളിറ്റി വീണ്ടും കുറച്ച് ഒരു 32 ആക്കിയെന്ന് വയ്ക്കുക. അപ്പോൾ ഏകദേശം 34 KB അടുത്ത് മാത്രമേ ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഈ സാമ്പിൾ ഇമേജ് കൊടുത്തതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി മാറി ഇമേജ് പിക്സലേറ്റ് ആയത് നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും.
അപ്പോൾ നമ്മൾ ക്വാളിറ്റിയിൽ വലിയ ചേഞ്ച് വരാത്ത ഒരു 60% ആണ് കൊടുക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം നമുക്കിവിടെ ഇമേജ് പ്രോഗ്രസീവ് ആയിട്ടാണോ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടാണോ സേവ് ചെയ്യേണ്ടത് എന്ന് ചൂസ് ചെയ്യാം. പ്രോഗ്രസീവ് ആകുമ്പോൾ ഇമേജിൻ്റെ ടോപ്പിൽ നിന്ന് ഓരോ ലൈൻ ബൈ ലൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇമേജ് വരിക. അപ്പോൾ പ്രോഗ്രസീവിൽ നമ്മൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ ഇമേജ് ലോഡാകണ സമയത്ത് കംപ്ലീറ്റ് ആയ ലൈൻസൊക്കെ കാണിച്ച് പോകാനായിട്ട് സാധിക്കും. അതിനു പകരം ഒപ്റ്റിമൈസ്ഡ് ആണെങ്കിൽ കുറച്ചുകൂടെ കളർ ഡീറ്റെയിൽസ് അതിൽ ഉണ്ടാവുമെങ്കിലും കംപ്ലീറ്റ് ഇമേജ് ലോഡായതിനു ശേഷം മാത്രമേ ഡിസ്പ്ലേ ചെയ്യിക്കുള്ളൂ. നെക്സ്റ്റ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഇമേജ് സൈസ് ആണ്. നമ്മൾ ഇമേജ് സൈസിനെ പറ്റി നേരത്തെ വീഡിയോയിൽ പഠിച്ചിരുന്നു. സെയിം സാധനം തന്നെ, പക്ഷേ ഇവിടെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജിന് ആ ചേഞ്ച് അഫക്റ്റ് ചെയ്യില്ല. അതിന് പകരം സേവ് ആവണ ഔട്ട്പുട്ടിന് മാത്രമേ ഈ ചേഞ്ച് അഫക്റ്റ് ചെയ്യുള്ളൂ. അതായത് നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയലിന് വ്യത്യാസം വരില്ല. ഇത് തന്നെയാണ് ഒരു ഇമേജ് സേവ് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം. അതായത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ എക്സ്പോർട്ട് ചെയ്തെടുക്കുന്ന ഔട്ട്പുട്ടിനെ മാത്രമേ ആ ചേഞ്ചസ് അഫക്റ്റ് ചെയ്യുള്ളൂ. അതേസമയം നമ്മുടെ വർക്ക് ഫയലിൽ ഈ ചേഞ്ചസ് സേവ് ആവില്ല. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആവശ്യമുള്ളത് ഒരു 200 പിക്സൽ വിഡ്ത്തുള്ള ഇമേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിഡ്ത്ത് ഇവിടെ കൊടുത്തിട്ട് അതേപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ ചെയ്ത് ആവശ്യമുള്ള സൈസിലാക്കിയിട്ട് ഇവിടെ നിന്ന് തന്നെ ആ ഒരു കോപ്പി സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സൈസിൽ ഇമേജ് കിട്ടുകയും ചെയ്യും. അതേസമയം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒറിജിനൽ ഫയലിൻ്റെ ക്വാളിറ്റിയും പോവില്ല. അതേസമയം നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇമേജ് റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സെയിം നെയിമിൽ കൊടുത്തു കഴിഞ്ഞിട്ട് സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യട്ടെ എന്ന് ചോദിക്കും. നമുക്കത് റീപ്ലേസ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മളുടെ വർക്ക് ഫയൽ സേവ് ആയിട്ടുണ്ടാവില്ല. അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഫയലിൻ്റെ ടൈറ്റിലിന് നെക്സ്റ്റ് ആയിട്ട് ഒരു ആസ്ട്രിക് സിമ്പൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ സിമ്പൽ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തേക്കണ ചേഞ്ച് സേവ് ആയിട്ടില്ല എന്നാണ്. നമ്മൾ ഇപ്പുറത്ത് നമ്മൾ സേവ് ചെയ്ത ഫയലിൽ വന്നിട്ട് അതിൻ്റെ ഡയമെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 200x200 ആണ് നമ്മൾ നേരത്തെ കൊടുത്ത സൈസ്. അതേസമയം നമ്മളിവിടെ വന്നിട്ട് ഇനി ഇതിനെ Ctrl+S അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ സ്റ്റാർ പോകും, അതായത് സേവ് ആയി. എന്നിട്ട് നമ്മൾ കോപ്പി എന്നുള്ള പേരിലായിരുന്നുകൊണ്ട് തന്നെ അതിനെ റീപ്ലേസ് ചെയ്യും. നമ്മൾ ഇനി ഇവിടെ ഇതിൻ്റെ ഡയമെൻഷൻ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒറിജിനൽ സൈസ് ആയിരുന്ന 1080 തന്നെ തിരിച്ചു വന്നു. അപ്പോൾ അതാണ് സേവും സേവ് ആസും അതേപോലെ എക്സ്പോർട്ടും ചെയ്യുന്നത് തമ്മിലുള്ള വ്യത്യാസം.